മോശം സമയം അരോമയുടേതായിരുന്നു 4:26. അവിടെ നിന്നാണ് അവർ തുഴഞ്ഞ് മറ്റു വമ്പന്മാരെയൊക്കെ മലർത്തിയടിച്ച് കപ്പെടുത്തത്. അതെ അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ കൊല്ലത്തിന്റെ അരോമ ഇക്കുറി ആരോമലാവുന്ന കാഴ്ച, പുന്നമടയുടെ ആരോമലായി കൊല്ലം മാറുന്ന കാഴ്ച. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അരോമയുടെ മിടുമിടുക്കന്മാർ അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മനീഷ് വൈമലാണ് അരോമയുടെ വള്ളത്തിൽ ഇപ്പോഴുള്ളത്. 1ാം സ്ഥാനം നേടിയ പ്രകടനം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ കാണിക്കാം. അമരത്തും അരോമ, അണിയിലും അരോമ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തൊരു പ്രകടനമായിരുന്നു! ഒരിക്കൽ കൂടി നമുക്ക് ആ പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ് ആ ഫോട്ടോ ഫിനിഷ്. അമരത്തും അരോമ, അണിയത്തും അരോമ, കൊല്ലത്തിന്റെ അരോമ, തകർത്തു, ഇടുക്കി, തിമിർത്തു കൊല്ലം. പറയാൻ കഴിയാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നടുഭാഗത്തിനും ഈ മത്സരം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. 120 മൈക്രോ സെക്കൻഡ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വിശ്വസിക്കുമോ? 120 മൈക്രോ സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് നടുഭാഗത്തിന് ഈ കപ്പ് നഷ്ടമാകുന്നത്. ഈ ഓളപ്പുറപ്പിലെ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഒളിമ്പിക്സിലാണ് സാധാരണ നമ്മൾ ഇങ്ങനെ കാണുക, മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം കാണുക. നടുഭാഗം ജോഷി കാവാലത്തിന് നടുഭാഗം ആഞ്ഞു തുഴഞ്ഞു വന്ന നടുഭാഗം 1ാം സ്ഥാനത്തെത്തുമെന്ന് നമ്മൾ കരുതി. പക്ഷേ അവസാനത്തെ ലാപ്പിൽ ആ അരോമയുടെ ഗംഭീരമായ തുഴച്ചിൽ സംഘം 120 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ നടുഭാഗത്തെ പിന്നിലാക്കും. ആ വിജയത്തിന്റെ ഏറ്റവും ത്രസിപ്പിക്കുന്ന നിമിഷമാണ്, ആ ഫൈനൽ പോയിന്റിലെ മിന്നും വിജയത്തിന്റെ നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. 120 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അരോമ ഈ നെഹ്റു ട്രോഫിയുടെ കിരീടം സ്വന്തമാക്കുന്ന സമയം ഒരുപക്ഷെ ഒരൊറ്റ തുഴയറിയലിന്റെ പകുതി നിമിഷത്തിന്റെ ഒരൊറ്റ ആ ഒരു മൊമെന്റിന്റെ വ്യത്യാസത്തിലായിരിക്കാം ഒരുപക്ഷെ നെഹ്റു ട്രോഫി ഇത്തവണ ആ കിരീടം സ്വന്തമാക്കിയത്. ഞങ്ങൾ കൊല്ലക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അഷ്ടമുടി കായലിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കടലും കായലും ഒക്കെ അരോമയിൽ തുഴഞ്ഞ് വിജയിക്കുന്നത് പോലെ പ്രതിസന്ധികളോട് പടവെട്ടി നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവിടുത്തെ കായൽ പരപ്പിൽ പൊരുതുന്ന മനുഷ്യരുണ്ട്. അവരുടെ പ്രതീക്ഷ കൂടിയായിരുന്നു, ഞങ്ങളുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു പ്രസിഡന്റ് ട്രോഫി പോലെ ഈ നെഹ്റു ട്രോഫി കൊല്ലം കരയ്ക്കെത്തിക്കാനുള്ള അരോമ ഗ്രൂപ്പിന്റെ സ്വപ്നമാണ്. PK സജീവന്റെ സ്വപ്നം കൂടിയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അങ്ങനെ കൊല്ലം തൂക്കുന്നു നെഹ്റു ട്രോഫി. ഇക്കുറി ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആലപ്പുഴയ്ക്ക് പുറത്തുള്ള മറ്റു ചില ജില്ലകൾ കൂടി, തൃശ്ശൂരിൽ നിന്ന്, കോട്ടയത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന് ഒക്കെ ടീമുകൾ പങ്കെടുത്ത ഭൂരിഭാഗം സിംഹഭാഗം ഈ ക്ലബ്ബുകളിൽ സിംഹഭാഗവും ആലപ്പുഴയിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ആ ട്രോഫി പുറത്തേക്ക് പോകില്ല എന്നതായിരുന്നു ആലപ്പുഴക്കാരുടെ ഒരു ആത്മവിശ്വാസം. ശരിയാണ്. 22 ചുണ്ടൻ വള്ളങ്ങളിൽ 21 അത്രമേൽ ഗംഭീര മത്സരം. ക്യാപ്റ്റൻ 1ാം തുഴക്കാരന്റെ സന്തോഷം നോക്കൂ. 40 ദിവസത്തെ കഠിനാധ്വാനം. കൊല്ലത്തിന്റെ അരോമ. ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്, എല്ലാവരും കഷ്ടപ്പെട്ടാ വന്നത്, ഞങ്ങൾ അതിനേക്കാൾ കഷ്ടപ്പെട്ടു എന്നാണ് ആ തുഴച്ചിൽക്കാർ നമ്മളോട് പറഞ്ഞത്. ഹൗസ് ബോട്ടുകളൊക്കെ ഒന്ന് അനക്കം വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇനി ആ കായൽ സഞ്ചാരത്തിലാണ്. എല്ലാവരോടും ഉള്ള സന്തോഷവും ഒക്കെ പറഞ്ഞ് അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് പോവുകയാണ്.